ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഈ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മുറവിളി ഉയരുന്നുണ്ടല്ലോ. ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു വാദഗതിയാണ് ഭരണഘടന ചവിട്ടിമെതിക്കപ്പെടുന്നു, ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഈ ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ 2 നിയമ ഭേദഗതികൾ മാത്രമാണ് ഉണ്ടായത്. ഒന്ന് OBC കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നത്, മറ്റൊന്ന് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്ന ഒരു നിയമ ഭേദഗതി. ഇത് 2 മാത്രമാണ് ഈ 10 വർഷത്തിനിടയിൽ നമ്മുടെ മുന്നിൽ ഉള്ള ഭേദഗതികൾ എന്ന് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം വലിയ തോതിൽ ഭരണഘടന അവഹേളിക്കപ്പെടുന്നു, ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനൊരു മുറവിളിയുടെ കാര്യം ഇപ്പോഴുണ്ടോ? അല്ല, ഭരണഘടനയുടെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിരിക്കുന്നത് 75 വർഷം പൂർത്തിയാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഓരോ വർഷം പൂർത്തിയാക്കുമ്പോഴും പാർലമെൻറ്റ് പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സമയം മാറ്റിവെച്ചുകൊണ്ട് ഈ ചർച്ച നടത്തണം എന്നില്ല. നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഭരണഘടനയുടെ ആ സ്പിരിറ്റ്, ചൈതന്യം, ഭരണഘടനയുടെ നിർദ്ദേശം, അത് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ റിപ്പബ്ലിക്കിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് മറ്റൊരു ചർച്ച ചെയ്യേണ്ടതായ വിഷയം തന്നെയാണ്. ഭരണഘടനാപരമായി എല്ലാ കാര്യങ്ങൾ നടക്കുന്നത്, അവിടെ പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപം ഉള്ള ആൾ തന്നെയാണ് ഞാനും. പക്ഷേ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ അത് ഭരണഘടനയുടെ സംരക്ഷണ ചുമതല പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് അവരുടെ അവകാശവാദത്തെ അംഗീകരിക്കാനാവില്ല. എപ്രകാരമാണ് ഭരണഘടന 1975 മാത്രമല്ല, പക്ഷേ 75 വളരെ പ്രകടമായി അടിയന്തരാവസ്ഥയുടെ രൂപത്തിൽ ഭരണഘടനയുടെ അവഹേളനം, അതിൻ്റെ ചവിട്ടിമതിക്കൽ, നിർവീര്യമാക്കുന്ന പ്രക്രിയ, അതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഭരണഘടന മുന്നോട്ട് പോകുന്നത്. ആര് ഭരണഘടനയെ സംരക്ഷിച്ചു, ആരാണ് ഭരണഘടന ഈ രീതിയിൽ നിലനിൽക്കുന്നതിന് കാരണക്കാരായത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ടായാൽ ആത്യന്തികമായി ജനം എന്ന് പറയുമ്പോൾ വി ദ പീപ്പിൾ എന്ന ഭരണഘടനാ പരാമർശത്തിൽ പരാമർശിക്കപ്പെടുന്ന ജനം തന്നെ. അവരാണ് ഭരണഘടനയുടെ സ്രഷ്ടാക്കൾ, അവരാണ് ഭരണഘടനയുടെ സംരക്ഷകർ. അവരിലൂടെയാണ് ഈ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രത്യേകമായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഭരണഘടനയ്ക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അറിയാം, ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഭരണഘടന പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഭരണഘടനയുടെ നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്ക ഉളവാക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭരണഘടനാപരമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടും. അതിന് തിരുത്തൽ ഉണ്ടാവണം. അതിനുള്ള വേദി കൂടിയാണ് പാർലമെൻറ്റ്. പക്ഷേ പാർലമെൻറ്റ് ഇപ്പോൾ സമ്മേളിച്ചിട്ട് കുറേ ദിവസങ്ങളായി. അവിടെ ഒരു ചർച്ചയും നടക്കുന്നില്ല. പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നില്ല. പാർലമെൻറ്റിൽ ബഹളമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പാർലമെൻറ്റ് സ്തംഭനത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചോദ്യം അത് പ്രതിപക്ഷം സ്വയം ചോദിക്കേണ്ടതാണ്, പ്രതിപക്ഷത്തോട് നമ്മൾ ചോദിക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഭരണഘടനയുടെ 75 വർഷം പൂർത്തിയാക്കിയ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ ചർച്ചയുടെ അജണ്ട, എന്താണ് ആ ചർച്ചയുടെ ഉദ്ദേശം? ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണോ ആ ചർച്ച? അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് എന്ന് പറയുമ്പോൾ വി ദ പീപ്പിൾ എന്ന പ്രയോഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നമുക്ക് ചോദിക്കേണ്ടി വരും.